വൈക്കം, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. റോഡിൽ കുത്തിയിരുന്ന് തീർത്ഥാടകർ പ്രതിഷേധിക്കുന്നു. നിലയ്ക്കലിലേക്കും പമ്പയിലേക്കും വാഹനം കടത്തിവിടാതെ പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ്. സന്നിധാനത്തേക്കുള്ള ഭക്തജന പ്രവാഹം കൂടിയതോടെയാണ് പോലീസ് ഇപ്പോൾ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്നും എബിൻ ജോസ് ഇപ്പോൾ വൈക്കം ഇടത്താവളത്തിൽ നിന്നും ചേരുന്നുണ്ട്. രാഹുൽ സുരേഷിലേക്കാണ് ആദ്യം. രാഹുൽ, ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. ഇടത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് വാഹനങ്ങൾ തടയുന്നതിന്റെ പൊൻകുന്നത്ത് നിന്ന് അതിന്റെ വാർത്തകളുണ്ട്, വൈക്കത്ത് നിന്ന് അതിന്റെ വാർത്തകളുണ്ട്. ഈ സന്നിധാനത്ത് ഇപ്പോഴും ഭക്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? ഉന്മേഷ്, തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പല മാർഗങ്ങളും മാറി മാറി പരീക്ഷിക്കുകയാണ്. നമ്മൾ അല്പം മുമ്പ് വാർത്തകൾ നൽകിയപ്പോൾ 18-ാം പടിയിൽ നിന്നും ഫ്ലൈ ഓവർ ഒഴിവാക്കി ഈ വഴിയിലൂടെ തീർത്ഥാടകരെ ദർശനത്തിനായി കടത്തിവിടുകയായിരുന്നു. പക്ഷേ അതിപ്പോൾ മാറ്റി വീണ്ടും ഫ്ലൈ ഓവറുകളിലേക്ക് ആളുകളെ കടത്തിവിടുകയാണ്. അതായത് കൂടുതൽ ആളുകളെ സന്നിധാനത്ത് തന്നെ ഉൾക്കൊള്ളിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന പരീക്ഷണം മാറ്റിയ ശേഷം ഇപ്പോൾ വീണ്ടും ആളുകളെ ഫ്ലൈ ഓവറിലേക്ക് കടത്തിവിടുന്നത്. അതായത് 18-ാം പടി കടന്നു വരുന്ന ആളുകൾ ഫ്ലൈ ഓവർ വഴിയായിരിക്കും ഇപ്പോൾ ദർശനം നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഫ്ലൈ ഓവറുകളിൽ നിറഞ്ഞ ആളുകൾ നിൽക്കുകയാണ്. ഫ്ലൈ ഓവറിൽ ഏതാണ്ട് ഇപ്പോൾ വലിയൊരു തിരക്ക് ഫ്ലൈ ഓവറിൽ ഉൾപ്പെടെ കാണാൻ സാധിക്കും. മുമ്പ് വേഗത്തിൽ ദർശനം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിൽ ഒരു പരീക്ഷണം നടത്തി നോക്കിയത്. പക്ഷേ അത് വിജയം കാണാതെ വന്നതോടെയാണ് ഇപ്പോൾ വീണ്ടും ആളുകളെ ഫ്ലൈ ഓവറിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇടത്താവളങ്ങളിൽ ആളുകളെ തടയാതെ മറ്റു മാർഗങ്ങളില്ല. കാരണം സന്നിധാനത്ത് ഈ ഭക്തരെ ഉൾക്കൊള്ളുന്നതിൽ ഒരു പരിമിതിയുണ്ട്. ഇവിടെ കൂടുതൽ ആളുകൾ വരുമ്പോഴാണ് ഇടത്താവളങ്ങളിൽ ഉൾപ്പെടെ ആളുകളെ തടയേണ്ടി വരുന്നത്. തടഞ്ഞില്ലെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടതുപോലെയുള്ള വൻ തിരക്ക് അല്ലെങ്കിൽ ആളുകൾ കൂട്ടമായി സന്നിധാനത്തേക്ക് എത്തും. അത് ഇവിടെ നിയന്ത്രണങ്ങൾ കൈവിട്ടു പോകാനൊരു സാഹചര്യം ഉണ്ടാക്കും. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇടത്താവളങ്ങളിൽ ഉൾപ്പെടെ ആളുകളെ നിയന്ത്രിക്കുന്നത്. എബിൻ ജോസ് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ മണിക്കൂറുകൾ ഇടപെട്ടാണ് വാഹനങ്ങൾ കടത്തിവിടേണ്ടി വരുന്നത്. അത് ഈ 3 ദിവസങ്ങൾ അടുപ്പിച്ച് അവധി വന്നതാണ് ഇപ്പോൾ വലിയൊരു തിരക്കിന് കാരണമായിട്ടുള്ളത്. അതായത് ശനിയും ഞായറും തിങ്കളും 3 ദിവസം അവധിയാവുകയാണ്. അതോടൊപ്പം നാളെ മണ്ഡലപൂജ, നാളെ മറ്റന്നാളുമായി മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ മുന്നിൽ കണ്ടുള്ള ജനപ്രവാഹമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും പരമാവധി പോലീസ് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തീർത്ഥാടകരും അതിനോട് നിലവിൽ എബിൻ ജോസ് സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടെങ്കിലും പമ്പ മുതൽ സന്നിധാനം വരെ ആളുകളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അവർ നിയന്ത്രണങ്ങളോട് പരമാവധി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആളുകൾക്ക് വേണ്ട കുടിവെള്ളവും ഒപ്പം തന്നെ ബിസ്ക്കറ്റും ഉൾപ്പെടെ സന്നദ്ധ പ്രവർത്തകർ, ഈ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തകർ എല്ലാം തന്നെ നൽകുന്നുണ്ട്. അതോടൊപ്പം കുട്ടികളുടെ എണ്ണം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെയുള്ള കുട്ടികളുടെ എണ്ണത്തിലും കാര്യമായ വർധനമുണ്ട്. ഓരോ മണിക്കൂറിലും 40% കുട്ടികളും അതോടൊപ്പം മുതിർന്ന സ്ത്രീകളുമാണ് എത്തുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്യൂ സംവിധാനവും നിലവിലുണ്ട്. അതിലൂടെ പരമാവധി ആളുകളെ ദർശനത്തിന് എത്തിക്കുകയാണ് പോലീസ്. 18-ാം പടി കയറി വരുന്ന കുട്ടികളെയും ഒപ്പം തന്നെ മുതിർന്ന സ്ത്രീകളെയും അവർ പ്രത്യേക വഴിയിലൂടെ ദർശനത്തിനായി പറഞ്ഞു വിടുകയാണ്. അതോടൊപ്പം മറ്റു സ്വാമിമാരെയാണ് ഈ ഫ്ലൈ ഓവർ വഴി ദർശനത്തിന് പറഞ്ഞയക്കുന്നത്. എന്താണെങ്കിലും നിയന്ത്രണ വിധേയ തന്നെ മുന്നോട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് ഉന്മേഷ് നമുക്ക് സന്നിധാനത്ത് നിന്നും പറയുവാനുള്ളത്. സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം, സന്നിധാനത്തേക്ക് ഭക്തജന പ്രവാഹമാണ്. അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ മണ്ഡലപൂജ അടുക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ തീർത്ഥാടക തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം നിയന്ത്രിക്കേണ്ടതുണ്ട്, ഭക്തരുടെ എണ്ണം നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പോലീസ് ഇടത്താവളങ്ങളിൽ ഇപ്പോൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. എബിൻ ജോസ് കൂടി ചേരുന്നുണ്ട്. എബിൻ, നേരത്തെ നൽകിയ വിവരമനുസരിച്ച് ഇപ്പോൾ വൈക്കം ഇടത്താവളത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നുണ്ട്, പാലായിലൊക്കെ നിയന്ത്രണമുണ്ട്, കാഞ്ഞിരപ്പള്ളിയിലൊക്കെ കൂടുതൽ സ്ഥലങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഈ ഭക്തജന പ്രവാഹം നിയന്ത്രിക്കുക, അതാണോ പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എബിൻ? അങ്ങനെ തന്നെയാണ് ഉന്മേഷ്. കാരണം ഇടത്താവളങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അയ്യപ്പന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന ഒരു നടപടി. കാരണം ഇവരെ കൂടുതൽ ആളുകൾ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ വഴിയിൽ വാഹനങ്ങൾ ബ്ലോക്ക് ആവുന്ന സ്ഥിതിയുണ്ട്. ഇപ്പോൾ പാലാ പൊൻകുന്നം റോഡിൽ അങ്ങനെയായിരുന്നു ഒരു സംഭവം. കഴിഞ്ഞ രാത്രിയോടുകൂടി എത്തിയ തീർത്ഥാടകർ ഈ വഴിയിൽ നിൽക്കുകയായിരുന്നു. അവർ പറയുന്നത് അവർ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ മണിക്കൂറുകൾ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള തീർത്ഥാടകർ ഈ വാഹനങ്ങളിലുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടകർ വഴിയിൽ പെട്ടുപോകാതിരിക്കാനാണ് ഈ ഇടത്താവളങ്ങളിലെത്തി അവിടെ എത്തി നേരിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. കാരണം കുറെ പോലീസ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ആ തീർത്ഥാടകരോട് ഇപ്പോൾ പുറത്തേക്ക് പോയാൽ ഈ വഴി പ്രധാന ചരണപാതയിലെല്ലാം തന്നെ ബ്ലോക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇടയിൽ പെട്ടുപോകുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ മണ്ഡലപൂജ അവസാനിക്കാനിരിക്കെ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ദർശനം സാധ്യമാകുക എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. കാരണം ഈ മണിക്കൂറുകൾ നീണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ വൈകും എന്നുള്ള ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടുന്നത്. അത് 10-20 വാഹനങ്ങൾ മാത്രം
മാത്രമായി കടത്തിവിടുക എന്നുള്ളതാണ്. പ്രധാനമായും ഈ എരുമേലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ നിയന്ത്രണങ്ങൾ വരും മണിക്കൂറിലും തുടരുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എബിൻ, ഇപ്പോൾ ഈ പോലീസ് ഇന്നലേക്ക് തന്നെ മുന്നോട്ട് പോകാനാണ്, കാരണം മണ്ഡലപൂജയാണ് അടുത്ത ദിവസം എന്ന് പറയുന്നത്. സ്വാഭാവികമായും തിരക്ക് കൂടും. അടുത്ത ദിവസങ്ങളിൽ ഈ വെർച്വൽ ക്യൂ വഴി ആളുകളുടെ എണ്ണം അത് പരിമിതപ്പെടുത്തുമെന്ന് ദേവസ്വം ബോർഡ് നേരത്തെ തന്നെ അറിയിച്ചതാണ്. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുക, അതിനുവേണ്ടിയുള്ള നിയന്ത്രണം എന്ന് വേണമല്ലോ കരുതാനല്ലേ? തീർച്ചയായും ഉന്മേഷ്, കാരണം ഇന്നലെ നമുക്കറിയാം 1,00,000-ത്തിലധികം തീർത്ഥാടകരാണ് ശബരിമലയിൽ എത്തി ദർശനം നടത്തിയത്. അപ്പോൾ ഈ തീർത്ഥാടകർ തിരിച്ചിറങ്ങേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നുമുണ്ട്. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗതാഗതം സുഗമമാക്കുവാനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഈ പ്രധാന റോഡുകളിൽ നടത്തുന്നത്. ശരി, എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടത്താവളങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ശബരിമല സന്നിധാനത്തെ തിരക്ക് പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.